ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് മിഡിൽ ഈസ്റ്റിലും തുടങ്ങാം. കാരണം ട്രംപ് ഹമാസിന് ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. ഹമാസിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ധർമ്മസങ്കടമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, ആയുധം താഴെ വെച്ചാലും അടി കിട്ടും, ആയുധം താഴെ വെച്ചില്ലെങ്കിൽ അടി കിട്ടും. ഇതാണ് അവസ്ഥ. ഇതിൻ്റെ റിയാലിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ B2 ബോമർ ഞാൻ ഒരു മാപ്പ് കാണിക്കാം. അതിൽ റഡാർ മാപ്പിംഗ് ആണ്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. വെനിസ്വലയുടെ മേളിലേക്ക് B2 ബോമർ വെനിസ്വലയുടെ എയർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് വെനിസ്വലയുടെ മേളിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വെനിസ്വലയ്ക്ക് നേരെ ഒരു ഭീഷണി മെസ്സേജ് എങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടിലൊന്ന് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ രീതിയിൽ വെനിസ്വലയെ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ മോണിറ്റർ ചെയ്തുകൊണ്ട് വരികയാണ് അമേരിക്ക. ഇതും ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ്. പിന്നെ ഒരു രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അഹമ്മദ് അൽ ഷാറ, സിറിയയിലെ താൽക്കാലിക ഭരണാധികാരി, സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ, പുള്ളിക്കാരൻ റഷ്യയിലെ മോസ്കോ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്, പുടിനെ കണ്ട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ രസകരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ സിറിയയുടെ കാര്യം നമ്മളൊന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ, സിറിയയുടെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ മോസ്കോയിൽ ചെന്നിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അടുത്ത് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളും ഒരേപോലെയാണ്, അമേരിക്ക ആയാലും വെസ്റ്റേൺ രാജ്യങ്ങളായാലും റഷ്യ ആയാലും ഞങ്ങൾ ഈക്വലായിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ ഇതിന് മുമ്പ് ലട്ടാക്കിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് സിറിയയ്ക്കുള്ളിൽ റഷ്യയ്ക്ക് നല്ല രീതിയിൽ വലിയൊരു ബേസ് ഉണ്ടായിരുന്നു, എയർ ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എയർ ബേസ് ശരിക്കും ബെഞ്ചമിൻ നെതന്യാഹു മോസ്കോയിൽ ചെന്ന് വ്ളാഡിമിർ പുടിനെ കണ്ട് സംസാരിച്ചിട്ട് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. കാരണം സിറിയയ്ക്കുള്ളിലുള്ള എല്ലാ ആയുധ ശേഖരങ്ങളും ഇസ്രായേൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഹിസ്ബുള്ളകളുടെ കയ്യിലുള്ള ആയുധ ശേഖരങ്ങളാണ് പ്രധാനമായിട്ട് നശിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ശരിക്കും അമേരിക്കൻ ഡോമിനൻസ് ഉള്ളിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അസാദ് റെജീമിനെ സപ്പോർട്ട് ചെയ്തിരുന്ന റഷ്യ അവിടെ വേണ്ട എന്നുള്ള നിലയിലാണ്. കാരണം അസാദിൻ്റെ റെജീം താഴെ വീണ സ്ഥിതിക്ക് അവിടെ നിന്ന് റഷ്യയെ മാറിപ്പോകാനുള്ള മാന്യമായിട്ടുള്ള റിക്വസ്റ്റ് മാനിച്ച് റഷ്യ അവരുടെ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ വീണ്ടും ഈ ലട്ടാക്കിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് റഷ്യയ്ക്ക് ആ ഒരു ബേസ് തിരിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളൊന്നും നടന്നില്ല. ഈ മീറ്റിംഗ് വെസ്റ്റേൺ രാജ്യങ്ങളെ ചെറുതായിട്ടൊന്ന് ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം അമേരിക്ക ഫണ്ട് കൊടുത്തു, അമേരിക്ക ആയുധങ്ങൾ കൊടുത്തു, അമേരിക്ക സാങ്ഷൻസ് എല്ലാം മാറ്റി ഒരു ലെജിറ്റിമേറ്റ് രാജ്യം എന്നുള്ള നിലയിൽ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെയും പല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അഹമ്മദ് അൽ ഷാറയെ അംഗീകരിച്ചുകൊണ്ട് സിറിയയ്ക്ക് അംഗീകാരം കൊടുത്ത് സിറിയ ഒരു ലെജിറ്റിമേറ്റ് രാജ്യമായിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് സ്വിച്ചിട്ടതുപോലെ അഹമ്മദ് അൽ ഷാറ മോസ്കോ സന്ദർശിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും റഷ്യയുമായിട്ട് കച്ചവടം ചെയ്യുന്ന, റഷ്യയുമായിട്ട് ബന്ധം വയ്ക്കുന്ന മറ്റുള്ള പല രാജ്യങ്ങളെയും എതിർക്കുന്ന വെസ്റ്റേൺ ചേരിക്ക് തീർച്ചയായിട്ടും സിറിയ ചെയ്ത ഒരു വിഷയത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. മൊസാദ് ഇന്നലെ രാവിലെ ഒരു ഇൻഫർമേഷൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു, ഒരു ലീക്ക്ഡ് ഇൻഫർമേഷൻ. ഈ ലീക്ക്ഡ് ഇൻഫർമേഷൻ എന്താണ് പറയുന്നത് പറഞ്ഞാൽ, അതായത് ഈ കാണിക്കുന്ന മാപ്പ് ഇതിനകത്ത് പല സ്ഥലങ്ങളിലും ഈ ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഡോട്ട് ഇട്ടിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ സിറിയയുടെ ഉള്ളിൽ നിന്നും ഹെസ്ബുള്ള സപ്പോർട്ടേഴ്സ് ഈ വഴികളിലൂടെ ഇൻഫിൽട്രേഷൻ നടത്തി ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന എൻട്രി പോയിന്റുകളാണ് എന്നാണ് മൊസാദ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊസാദിന്റെ ഈ ഒരു പ്രസ്താവനയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തീർച്ചയായിട്ടും ഇസ്രായേലിന് ഈ ഒരു ക്ലെയിം എപ്പോൾ വേണമെങ്കിലും വെക്കാം. കാരണം അപ്പുറത്ത് ലെബനാനാണ്, ഹിസ്ബുള്ളയുടെ സപ്പോർട്ടുള്ള ഒരു രാജ്യമാണ്, ഇപ്പുറത്ത് സിറിയയാണ്. അവർ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധക്കച്ചവടം ആയുധക്കടത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണും പൂട്ടി ഇസ്രായേലിന് ഈ ഒരു ക്ലെയിം അങ്ങ് വെക്കാം. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വേറെ ഒന്നുമില്ല, ഇസ്രായേലിന്റെ നെക്സ്റ്റ് ടാർഗറ്റ്, അതായത് ഈ യുദ്ധം നടത്തിയതിലൂടെ കുറെ അച്ചീവ്മെന്റ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട്, പ്രത്യേകിച്ച് നെതന്യാഹു ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ ആ ലക്ഷ്യത്തിൽ ഒരു വിഷയമാണ് വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ, അത് തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റൊരു വിഷയമാണ് ഗാസ, പിന്നെ ഒന്ന് ലെബനാനാണ്. ലെബനാൻ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയാണ്. മറ്റൊന്ന് സിറിയയുടെ ഭാഗത്ത് കയറി പിടിച്ച ഈ ഒരു ഗോലാൻ ഹെയ്റ്റ്സ് ആണ്. ഇതും ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ ഈ ഗോലാൻ ഹെയ്റ്റ്സ് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള നിലയിൽ അടുത്ത ഫോക്കസ് ഗോലാൻ ഹെയ്റ്റ്സിലേക്ക് ലക്ഷ്യമിടുകയാണ് ഇസ്രായേൽ. സിറിയ എടുത്ത് ചോദിച്ച അത്രയും സ്ഥലങ്ങൾ ഇസ്രായേലിനോട് അനക്സ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടിയുള്ള മീറ്റിംഗ് കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കും. ഇത് എങ്ങനെയാണോ ഗാസയിലെ ഹമാസിനെ ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ട്രംപിന് എഴുതി കൊടുത്ത് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഒഴിവാക്കി കൈ കഴുകി മാറി നിൽക്കുന്നത്, അതേപോലെ തന്നെ അഹമ്മദ് അൽ ഷാറ ഈ സിറിയയുടെ ഗോലാൻ ഹെയ്റ്റ്സ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ ചോദിക്കുന്ന ഇത്രയും സ്ഥലങ്ങൾ ഇസ്രായേലിന് വിട്ടുകൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഒപ്പിട്ടിട്ട് മാറിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാവും. അത് വളരെ ഉറപ്പായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലെയിം ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഈ പല സ്ഥലങ്ങളിലും ഈ ക്ലെയിം ഉന്നയിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു മേഖല, ഇപ്പോൾ ഈ മാപ്പിൽ ഞാൻ കാണിച്ച ഇത്രയും ഏരിയ ഇസ്രായേലിനോടൊപ്പം അനക്സ് ചെയ്യേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിനാണ് ഇപ്പം നൈസായിട്ട് മൊസാദ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മുഖമുടിയിട്ടെങ്കിലും ഇത്രയും നാളും സിറിയയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഹമ്മദ് അൽ ഷാറയ്ക്ക് തോന്നിയിട്ടുണ്ടാവും ഈ അമേരിക്കയും ഇസ്രായേലും ഒരേ കൂട്ടരാണ്. അപ്പോൾ ഇപ്പുറത്ത് SDF എന്ന് പറഞ്ഞിട്ട് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ്, അത് അമേരിക്കൻ സപ്പോർട്ടിൽ ഉള്ള ഒരു ഫോഴ്സാണ്.
അപ്പം സിറിയയ്ക്കുള്ളിൽ ഒരു ബാലൻസിങ് ആക്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഡിപ്ലോമസിയിൽ ഒരു ഓപ്പോസിറ്റ് ഒരു നെഗോഷിയേറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ റഷ്യയുടെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള തിരിച്ചറിവ് അഹമ്മദ് അൽ ഷാരയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റഷ്യയുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഒരു ബാലൻസിങ് ഡിപ്ലോമാറ്റിക് ബാലൻസിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു നല്ല ഡിപ്ലോമസിയാണ്. ഇറ്റ്സ് എ ഗുഡ് മൂവ്. ട്രംപ് ഈജിപ്തിൽ ഷർമൽ ഷേഖിൽ വന്ന് നിന്ന് വലിയ, അതായത് ഇസ്ലാമിക രാജ്യങ്ങളുടെ എല്ലാം ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ വന്ന് നിന്നുകൊണ്ട് ഓരോ രാജ്യങ്ങളുടെ നേതാക്കളും പോയി ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. അതായത് വലിയ വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു ട്രംപ്. അങ്ങനെയാണ് അന്ന് ആ ഒരു പിക്ചർ, ആ ഒരു ഇമേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഓരോരുത്തരും വന്നിട്ട് ട്രംപിനെ പുകഴ്ത്തി സംസാരിക്കുന്നു, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. അതായത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്നുള്ള നിലയിൽ, ഈ സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലുള്ള, അതായത് പാകിസ്ഥാന്റെ ഷഹബാസ് ഷെരീഫൊക്കെ കാല് കഴുകി കൊടുത്തില്ലെന്നേ ഉള്ളൂ. ആ രീതിയിലാണ് സംസാരിച്ചിട്ട് പോയത്. ഇങ്ങനത്തെ സാഹചര്യം, അതിന്റെ പ്രത്യാഘാതം പാകിസ്ഥാന്റെ ഉള്ളിൽ അയാൾ പേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയ്ക്കുള്ളിൽ കൃത്യമായ വാണിംഗ്, മുന്നറിയിപ്പ് ഹമാസിന് കൊടുക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് ട്രംപും വാൺ ചെയ്യുന്നുണ്ട്. അതായത് ബുദ്ധിയുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം, 20-21 പോയിന്റുകൾ ഞാൻ നരേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 21 പോയിന്റുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ നിർണായക പോയിന്റുകളിൽ തീരുമാനമുണ്ടാക്കിയിട്ട് വേണം ഈ ഒരു പീസ് 2025 എന്ന് പറഞ്ഞ മീറ്റിംഗ് ഒക്കെ നടത്താൻ. അല്ലാതെ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് ഞാനാണ് സമാധാനം കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് നടത്തുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ചില ബാക്ക്ലാഷ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അമേരിക്കയിൽ പോയി നിന്നുകൊണ്ട് ഈ പീസ് 2025 എന്ന് പറഞ്ഞ ആ ഒരു സമ്മിറ്റ് നടത്തിയിട്ടും അവിടെ നിന്നിട്ട് വീണ്ടും ഹമാസിന് താക്കീത് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് ട്രംപ് ഹമാസിന് താക്കീത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആയുധം താഴെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആയുധം താഴെ വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും വേഗം വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞതിന് പുറമെ സെൻകോമിൽ നിന്നും ഉത്തരവ് വന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ, സെക്രട്ടറി ഓഫ് വാർ പീറ്റർ ഹെക്സത്ത് പറഞ്ഞിട്ട് സെൻകോമിൽ നിന്നും ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹമാസ് നിങ്ങൾ എത്രയും വേഗം ആയുധം താഴെ വെക്കണം. ഞങ്ങളുടെ മിലിറ്ററി ഉദ്യോഗസ്ഥരും കൂടി അവിടെ ഉണ്ട്, അമേരിക്കയുടെ സോൾജേഴ്സ് ഗാസയ്ക്കുള്ളിലുണ്ട്. ഞങ്ങൾ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ആയുധം താഴ്ത്തുക. ആയുധം താഴെ വെച്ച് നിങ്ങൾ ഒരു സിവിലിയൻ അഥവാ സാധാരണക്കാരായിട്ട് മാറുക. ഹമാസ് എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനം തന്നെ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഗാസയുടെ സെക്യൂരിറ്റി നിങ്ങൾക്കുള്ളതല്ല എന്നും കൂടി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിർബന്ധപൂർവ്വം നിങ്ങളുടെ ആയുധം താഴെ വെപ്പിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സെയിം ലാംഗ്വേജ് ആണ്. അല്ല, ആ സെയിം ലാംഗ്വേജ് ഇന്നലെ നെതന്യാഹു പറഞ്ഞ അതേ ലാംഗ്വേജ് ആണ് ഇന്ന് സെൻകോം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും ഇതിനെ ചൊല്ലി തർക്കങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും ഇതിനെ ചൊല്ലിയുള്ള കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. 600 ട്രക്ക് വെച്ച് പെർ ഡേ ഗാസയ്ക്കുള്ളിൽ കയറ്റിവിടാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 7 ട്രക്കുകൾ. പക്ഷേ ഇപ്പം ആകെ കൂടി 173 ട്രക്കുകൾ മാത്രമാണ് ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഗാസയ്ക്കുള്ളിൽ പോയിരിക്കുന്നത്. ഇതിന്റെ പേരും പറഞ്ഞിട്ട് ഹമാസ് നിങ്ങളുടെ സൈഡിലും വീഴ്ചയുണ്ട്, നിങ്ങൾ 7 ട്രക്കുകൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് തന്നില്ല എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഹമാസ് ഇസ്രായേലിലേക്ക് കൊടുക്കേണ്ട ഈ മരണപ്പെട്ട ബന്ദികളുടെ ആ ബോഡി അത് മാറ്റി മറിച്ചൊക്കെ തിരിച്ചൊക്കെ കൊടുത്തു വിടുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ ഇസ്രായേലി പൗരന്മാരുടെ, നിങ്ങൾ കടത്തിക്കൊണ്ടുപോയ ആൾക്കാരുടെ ബോഡി ഞങ്ങൾക്ക് അയക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫക്റ്റീവായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ തീരുമാനിക്കണം. ഇതിന്റെ പേരിലൊക്കെ തന്നെയാണ് നമ്മൾ ഈ സീസ് ഫയർ ഡീൽ സമ്മതിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കൃത്യമായിട്ട് നടന്നിട്ടില്ല. ഇപ്പം 4 ദിവസമായിട്ടും ഈ ഒരു അൺസർട്ടനിറ്റി തുടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ ഇന്ന് 4 ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. IDF 4 ഡ്രോൺ അറ്റാക്ക് ഗാസയ്ക്കുള്ളിൽ നടത്തിയിട്ടുണ്ട്. ഇനി ഹമാസിന് പറയാനുള്ളത്, ഇസ്രായേൽ 2000 തടവുകാരെ റിലീസ് ചെയ്തല്ലോ. അതിൽ ഒരു 250 പേര് ലൈഫ് ടൈം പ്രിസണേഴ്സ് ആണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഈ ഒരു 2000 പേരിൽ 45 പേരുടെ മൃതശരീരങ്ങളാണ് ഇസ്രായേൽ അങ്ങോട്ട് കൈമാറിയത്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ വിചാരണ തടവുകാരായിട്ട് പിടിച്ചുകൊണ്ടുവന്ന ആൾക്കാർ എങ്ങനെയാണ് മരണപ്പെട്ടത്, അതിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ പറയേണ്ടി വരും. അപ്പോൾ ഇത് ഹമാസിനൊരു ഷോക്കാണ്. കാരണം ഹമാസ് ചോദിച്ച 250 പേരെന്ന് പറഞ്ഞാൽ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പൊസിഷൻസ് ഏറ്റെടുക്കാൻ മുന്നോട്ട് വരേണ്ട ആൾക്കാരാണ് ഹമാസിന്റെ. ആ സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അപ്കമിങ് ലീഡേഴ്സ്, നിർണായക സ്ഥാനത്തുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പൊസിഷനിൽ എത്താനുള്ള അതിഭീകര നിലപാടുള്ള 45 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഹമാസിന്. ഇത് ഹമാസ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അതായത് ഇതിനകത്ത് ശരിക്കും ഹമാസിന് ലീഗലായിട്ട് ഒന്നും തന്നെ ചോദിക്കാനില്ല. കാരണം ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും ഇതേപോലെ ജീവനോടെ തന്നെയാണ് ഈ ബന്ദികളെ പിടിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഇപ്പോൾ പിടിച്ചുകൊണ്ട് വന്ന ബന്ദികളിൽ എത്രയോ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്, ആഹാരം കിട്ടാതെ ഇവർ പട്ടിണി കിട്ടി കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാനില്ല. പക്ഷേ ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടം എന്നുള്ള നിലയിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് ചോദ്യം വരും. ഇനി അഥവാ ഇന്റർനാഷണൽ കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാലും ഇത് ചോദ്യം ചെയ്യപ്പെടും. ഇത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന്റെ കാറ്റഗറിയിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ICCയിൽ ഇത് കേസ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ICCയെ ഇസ്രായേൽ ഒരു മൈൻഡും ചെയ്യാത്തത് കൊണ്ട് തന്നെയും നിലവിൽ അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെയും ഇപ്പം നിലവിൽ ഇമീഡിയറ്റ് ആയിട്ട് ഇതിന്റെ പേരിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നടപടിക്രമം ഉടനെ എങ്ങും ഉണ്ടാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത് ചോദ്യം ചെയ്യപ്പെടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈജിപ്തിന്റെ അതിർത്തിയിലാണെങ്കിൽ ഈ റഫ ബോർഡർ ഇതുവരെ ഇസ്രായേൽ തുറന്നിട്ടില്ല. അതിന് കാരണം ഈ മുഴുവൻ ബന്ദികളെയും ഇതുവരെ വിട്ടുകിട്ടിയില്ല എന്നുള്ളതാണ്. അവരുദ്ദേശിക്കുന്നത് ഈ
ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ബോഡികളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈജിപ്തിൻ്റെ ആ ഒരു ഗേറ്റും തുറക്കുള്ളൂ റഫ ബോർഡറിൻ്റെ പുറകിലാണെങ്കിൽ കുറേ ബുൾഡോസേഴ്സും അതിൻ്റെ ട്രക്കുകളും, അതായത് ഈ ഡെബ്രി എല്ലാം വാരി കളയാനുള്ള ആ ഒരു സംവിധാനങ്ങളുമായിട്ട് റെഡിയായി നിൽക്കുകയാണ്. 100 കണക്കിന് ട്രക്കുകൾ ഇങ്ങനെ കിടക്കുകയാണ്, 100 കണക്കിന് ബുൾഡോസേഴ്സ് ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുകയാണ്. ഇത് എപ്പോൾ ഓപ്പൺ ആകും, എപ്പോൾ നടക്കും? ഇതായത് ഗാസയിൽ, അതായത് യുദ്ധം അവസാനിച്ചു എന്നുള്ള നിലയിലാണ് ഈജിപ്റ്റൊക്കെ ഈ നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷെ യുദ്ധം അവസാനിച്ചിട്ടില്ല, ഫേസ് 1 മാത്രമാണ് ഇവിടെ അഗ്രി ചെയ്തിരിക്കുന്നത്. അപ്പം അമേരിക്കയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഹമാസ് നിങ്ങൾ ആയുധം താഴെ വെക്കണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗാസയ്ക്കുള്ളിൽ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്, സിവിലിയൻസിനെ നിങ്ങൾ കൊലപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പൊതുമധ്യയെ വെച്ചിട്ട് ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്ന മാതിരിയുള്ള ഏർപ്പാടുകളൊക്കെ അവിടെ പാടില്ല. ഇത് ശരിക്കും തീവ്രവാദപരമാണ്, നിങ്ങൾ തീവ്രവാദികളാണെന്നുള്ളതിന്റെ 100% എക്സാമ്പിളാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഗാസയ്ക്കുള്ളിൽ ഇവരുടെ കൂടെയുള്ള ആൾക്കാരെ തന്നെയാണ് 50 പേരെ ഹമാസ് വധിച്ചിട്ടുണ്ട്, 50 പേരെ. ഇനി നോർത്ത് ഗാസ ഭാഗത്ത് ശരിക്കും നോർത്തേൺ ഗാസ അൽ ഷബാബ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഡോമിനേറ്റ് ചെയ്യാണ്. ഈ ഗ്രൂപ്പിന് ഇസ്രായേലിന്റെ സപ്പോർട്ടും കൂടി ഉണ്ട് എന്നും കൂടി ഒരു വാർത്തയുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇന്തിഫാദ ഉണ്ടായിരുന്ന സമയത്ത് ഹമാസിനെ ഇതേപോലെയാണ് ഇന്തിഫാദയ്ക്കെതിരെ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ അതായത് ഇസ്രായേൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഇതൊരു ഡു ഓർ ഡൈ പോളിസിയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇപ്പം അൽ ഷബാബിനെ എങ്ങനെയാണോ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നത്, ഇതേപോലെ ഒരു കാലത്ത് ഹമാസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പല സ്ഥലത്തും നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അൽ ഷബാബ് ഗ്രൂപ്പിനെ ഇപ്പൊ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സംഭവിക്കുന്ന വെച്ചാൽ ഹമാസിനെ ന്യൂട്രലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹമാസിന്റെ ക്രൂഷ്യൽ സിറ്റുവേഷൻ നോക്കൂ. ഹമാസ് ഇപ്പൊ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ അൽ ഷബാബ് പറയുന്നത് ഞങ്ങളാണ് ഇപ്പൊ നോർത്തേൺ ഗാസയിൽ, ഈ ഏരിയ ഞങ്ങളുടെയാണ്. അതായത് പല സിനിമയിലും ഈ ഗുണ്ടകളൊക്കെ പറയുമല്ലോ, ഈ ഏരിയ എന്റെയാണ്, ഇവിടെ നീ കച്ചവടം ചെയ്യാൻ പാടില്ല, ഇവിടെ നീ വരാൻ പാടില്ല, ഇവിടെ നീ ചുങ്കം പിരിക്കാൻ പാടില്ല. അതേ ഏർപ്പാടാണ് ഇപ്പോൾ അൽ ഷബാബ് ഇപ്പോൾ നോർത്തേൺ ഗാസയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സദൻ ഗാസ ഉൾപ്പെടെ, അതായത് സെൻട്രൽ ഗാസയിൽ നിന്ന് കുറച്ചുകൂടെ നീങ്ങി സദൻ ഗാസ ആ ഒരു ഏരിയയിലാണ് ഇപ്പം ഹമാസ് തമ്പടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവർ കണ്ടു കഴിഞ്ഞാൽ ഇവർ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ പൊതുജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് ഇവർ മാതൃകാ കൊലപാതകം ഇവർ നടത്തും, അതേപോലെ അവരും നടത്തും. ഇതാണ് സംഭവം. അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ഹമാസ് ആയുധം താഴ്ത്തുന്നു എങ്കിൽ ഉള്ളിൽ തന്നെയുള്ള അൽ ഷബാബ് ഗ്രൂപ്പില്ലേ ഇവരെ വധിക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഇസ്രായേലിന് IDF അകത്തോട്ട് കയറിപ്പോകേണ്ട ആവശ്യമേ ഇല്ല. ഇനിയിപ്പോൾ അഥവാ ഹമാസ് ആയുധം താഴെ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കൻ ആർമിയുണ്ട്, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഹമാസിനെ തീർക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ രണ്ട് സൈഡിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രഷർ, ഒരു സാൻഡ്വിച്ച് രൂപത്തിൽ ഇരിക്കുന്ന ഒരു ഹമാസിനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ആ രീതിയിലാണ് പെട്ടിരിക്കുകയാണ് ഹമാസ്. അപ്പൊ ഈ ഈജിപ്തിൽ കൊണ്ടുവന്ന് ഇസ്ലാമിക രാജ്യങ്ങളുടെ എല്ലാം രക്ഷകനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഇത്രമാത്രം പുകഴ്ത്തി അങ്ങ് വാനോളം ഉയർത്തി വെച്ചിട്ട് ഇപ്പൊ നടക്കുന്ന എന്താണ്? ഗാസയ്ക്ക് സമാധാനം കിട്ടിയോ? ഇതുവരെ കിട്ടിയിട്ടില്ല. ഫേസ് 2 ഇതുവരെ ചർച്ച തന്നെ തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് ഹമാസ് ആയുധം താഴെ വെക്കുന്നില്ല, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ചും ഇസ്രായേൽ ഗാസ ഹമാസ് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതാണ് ഇപ്പോഴത്തെ ഡെവലപ്മെന്റ്. പലരും ഇന്ത്യ എടുത്ത ഫോറിൻ പോളിസിക്കെതിരെ വിമർശനം ഉന്നയിച്ച പല ആൾക്കാരും ഇപ്പൊ തിരിഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴാണ് ഇച്ചിരി ബോധ്യം വന്നതെന്ന് തോന്നുന്നു. ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഫോറിൻ പോളിസിയിൽ ഒരു വിശ്വസ്തതയും ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും ആ രീതിയിലുള്ള ഡയലോഗുകളുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവരൊക്കെ ഇപ്പം കുറച്ചൊക്കെ റിയലൈസ് ചെയ്തിരിക്കുകയാണ്. IMFന്റെ 2025-26 റിപ്പോർട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ രാജ്യങ്ങൾ എന്തൊക്കെ പെർഫോമൻസ് ലെവൽ എന്നുള്ള രീതിയിലുള്ള ഫുൾ ഡേറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ നമ്മുടെ ഇൻസൈറ്റ്സ് ഗ്ലോബൽ മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.